CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം PA മുഹമ്മദ് റിയാസിലേക്കുമെന്ന് ED വൃത്തങ്ങൾ. റിയാസിന്റെ സ്വത്തുക്കളും അക്കൗണ്ടും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. CMRLൽ നിന്നും കിട്ടിയ പണം റിയാസിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയോ എന്നും പരിശോധിക്കും. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, EDയുടെ നിർണായക നീക്കം എന്നുള്ളതാണ് ഈ PA മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു. റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലടക്കം ED റെയ്ഡ് നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് EDയുടെ നീക്കം? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് കൂടി നീങ്ങിയിരിക്കുകയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയിലേക്ക് അന്വേഷണം നടത്തിയിരുന്നു. വീണയുടെ ഭർത്താവ് കൂടിയാണ് മുഹമ്മദ് റിയാസ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അളവിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വലിയ തുക കൈമാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പണം കൈമാറ്റം നടന്നിരുന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോകുന്നത്. അത് മുഹമ്മദ് റിയാസിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയുള്ളത്. എന്തായാലും ഇപ്പോൾ ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹിൻ, ഇന്നലെയാണ് ഈ ശരൺ കർത്തയെ അടക്കം വിശദമായുള്ള ചോദ്യം ചെയ്യൽ നടത്തുകയും അക്കാര്യത്തിലൊക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. വീണ ടിയെയും പലതവണ ED ചോദ്യം ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല EDക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ED വൃത്തങ്ങളിൽ നിന്നും മനസ്സിലായത്. ഈ ഒരു സേവനം നൽകിയോ നൽകിയില്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് ഈ ചോദ്യം ചെയ്യലിലൊന്നും വീണ ടിക്ക് അടക്കം കൃത്യമായിട്ടുള്ള മറുപടി നൽകാനും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ PA മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ ED ഇനി റിയാസിനെ അടക്കം ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരം നടപടികളൊക്കെ ഇനി ഏത് രീതിയിലാകും? സ്വാഭാവികമായിട്ടും അത്തരത്തിലൊക്കെ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതായി വരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്നുള്ളതാണ്. പ്രാഥമികമായി മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് കൂടുതൽ വലിയ തുക വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഇവർ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് തന്നെ പണം കൈമാറ്റം നടന്നിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു വലിയ തുക കൈമാറ്റം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല വീണയെ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 15 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അന്വേഷണം റിയാസിലേക്ക് കൂടി നീളുന്നത്. ഒപ്പം തന്നെ വീണയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ മാത്രമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പണമൊക്കെ എങ്ങോട്ടേക്കാണ് വീണ മാറ്റിയത് എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു. ആ രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീട്ടിയിരിക്കുന്നത്. എന്തായാലും CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം PA മുഹമ്മദ് റിയാസിലേക്കുമെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ്. റിയാസിന്റെ സ്വത്തുക്കളും അക്കൗണ്ടും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഈ പണം റിയാസിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയോ എന്നാണ് പരിശോധിക്കുക എന്നുള്ളതാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സഹിൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മുൻപൊക്കെ ഈ കേസ് CMRLനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് രാഷ്ട്രീയപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു കേസാണ്. അതിൽ CPIM പറയുന്നത് അത് വീണ ടിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് മാത്രമാണ്. അതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള യാതൊരു ഇടപെടലും ഉണ്ടാകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ CPIM ഇതിലൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ റിയാസിലേക്ക് കൂടി അത് വ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അന്വേഷണം പോകുമ്പോൾ റിയാസ് CPIMന്റെ ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, മുതിർന്ന നേതാവാണ്. അപ്പോൾ ഇനി ഇത് പാർട്ടിയെ രാഷ്ട്രീയപരമായി എത്രമാത്രം പ്രതിരോധത്തിലാക്കും? രാഷ്ട്രീയമായി CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. പ്രത്യേകിച്ചും വീണ ടിയിലേക്ക് അന്വേഷണം പോയപ്പോൾ അത് വീണ ഒരു ബിസിനസ് നടത്തുന്ന യുവതിയാണ്. അതുകൊണ്ട് തന്നെ അവർ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് മാത്രമല്ല അവർ ബിസിനസ് നടത്തുന്ന ഒരു യുവതിയാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് വീണയുടെ കടമയാണ് എന്നുള്ളതായിരുന്നു പാർട്ടി പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ റിയാസിലേക്ക് കൂടി അന്വേഷണം പോകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണത്തിലൂടെ CPIMന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അതിന് കൃത്യമായ മറുപടി CPIMന് പറയേണ്ടതായി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു റിയാസിലേക്ക് കൂടി അന്വേഷണം നീളുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ പ്രാഥമികമായ ഒരു പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ റിയാസിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ റിയാസിൽ നിന്ന് മൊഴിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനുള്ള മറുപടി പാർട്ടി പറയേണ്ടതായി വരും. മാത്രമല്ല ഇത്രയധികം പണം അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണക്കനുസരിച്ച് പണം സഹിൻ, എന്തായാലും CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം PA മുഹമ്മദ് റിയാസിലേക്കുമെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളാണ് സഹിൻ നൽകിയത്.